എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയുടെ ചരിത്രത്തിൽ ആ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ബുധനാഴ്ച വൈകിട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്നിനു പിറകെ ഉണ്ടായ രണ്ട് അതിശക്തമായ ഭൂചലനങ്ങൾ വെനിസ്വേല എന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയെ കിളച്ചു മറിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി ഉണ്ടാവില്ല. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂചലനത്തിൽ ഇതിനകം 235 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. കൂടാതെ 4300-ലധികം പേർക്ക് പരിക്കുള്ളതായിട്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ആയിരങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരിച്ചവരുടെ കണക്കുകൾ ഇനിയും വർദ്ധിക്കാമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഉള്ളത്. ഭീമാകാരമായ കെട്ടിടപ്പാളികൾ നീക്കം ചെയ്ത് ഇതിനുള്ളിൽ പെട്ടിട്ടുള്ള ജീവനുള്ളവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. രക്ഷാപ്രവർത്തനം എത്രയധികം വൈകുന്നുവോ അത്രയധികം മരണസംഖ്യയും ഇവിടെ വർദ്ധിക്കാനാണ് സാധ്യത പറയുന്നത്. വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിന് സമീപമാണ് ഭൂചലനങ്ങളുടെ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് വളരെ വലുതാണ്. ആദ്യത്തെ ഭൂചലനം ഉണ്ടായതിനു ശേഷം തൊട്ടു പിന്നാലെ അതിശക്തമായ രണ്ടാമത്തെ ഭൂചലനം കൂടി ഉണ്ടായതോടെ നൂറുകണക്കിന് ആളുകൾ വസിക്കുന്ന കെട്ടിടങ്ങൾ ചുവടോടെ മറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരക്കാസ് നഗരത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മുതൽ സാധാരണക്കാർ താമസിക്കുന്ന ചെറിയ പാർപ്പിട സമുച്ചയങ്ങൾ വരെ നിമിഷ നേരം കൊണ്ടാണ് തകർന്നടിഞ്ഞിട്ടുള്ളത്. ഭൂഗർഭ പാളികൾ തമ്മിലുണ്ടായ ഘർഷണമാണ് വലിയൊരു ദുരന്തത്തിന് കാരണമായത് എന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുമ്പോഴും ഇത് സാധാരണ ഭൂകമ്പങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യമായതിനാൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകൾ എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. നിലവിൽ വെനിസ്വേല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഈ കോൺക്രീറ്റ് കട്ടകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യജീവനുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വൈരുദ്ധ്യമായി തോന്നുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. ഈ കെട്ടിടങ്ങൾ നീക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നും സഹായം വെനിസ്വേലയിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് വളരെ സ്പീഡിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ. രാജ്യം ഇപ്പോൾ പൂർണ്ണമായ അടിയന്തരാവസ്ഥയിലാണുള്ളത്. സൈന്യവും ദുരന്ത നിവാരണ സേനയും രാത്രിയും പകലും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധികൾ അവിടെയും തീരുന്നില്ല. ഈ ഭൂമികുലുക്കത്തെ തുടർന്ന് നഗരത്തിലെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണുള്ളത്. കമ്മ്യൂണിക്കേഷൻ ടവറുകളെല്ലാം തകർന്നിട്ടുണ്ട്. പ്രധാന റോഡുകളിൽ വലിയ വലിയ വിള്ളലുകളും തകർന്ന പാലങ്ങളും കൊണ്ട് രാജ്യം നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാരണം രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ലത്തൂരൊക്കെ ഉണ്ടായ ഒരു തരം ഭൂമികുലുക്കം പോലെയാണ്. അവിടെയൊക്കെ കിളച്ചും മറിച്ചതുപോലെയാണല്ലോ ഭൂമികുലുക്കം ഉണ്ടായത്. അവിടേക്ക് എത്താൻ പോലും വലിയ പാടായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വെനിസ്വേലയുടെ തലസ്ഥാനത്തും സംഭവിച്ചിട്ടുള്ളത്. ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മരുന്നുകളോ താൽക്കാലിക ക്യാമ്പുകളോ ഒന്നും ഒരുക്കാൻ കഴിയാത്ത രീതിയിലാണ് സർക്കാർ ഉള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി അനുബന്ധമായി പറയേണ്ടതുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനിസ്വേല എന്നോർക്കണം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യവും ഇത് തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇത്രയധികം എണ്ണ കിട്ടുന്ന രാജ്യത്ത് എങ്ങനെയാണ് ജനങ്ങൾ ദരിദ്രരാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ പൂർണ്ണമായും ദരിദ്രർ തന്നെയാണ്. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ ശേഖരമാണ് വെനിസ്വേല എന്ന ഈ കൊച്ചു രാജ്യത്തിനുള്ളത്. 1950 മുതൽ 1980 വരെ, അതായത് 90 വരെയൊക്കെ വെനിസ്വേല ഒരു സമ്പന്ന രാഷ്ട്രം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത്. ഇതിന്റെ പ്രധാന കാരണമായി നമുക്ക് എടുത്തു പറയാവുന്നത് വെനിസ്വേല എന്ന രാജ്യം ഒറ്റവിള സമ്പദ് വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. വെനിസ്വേലൻ വരുമാനത്തിന്റെ 95% എണ്ണ കയറ്റുമതിയിൽ നിന്നാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ എണ്ണ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചുമ്മാ കിട്ടുന്നതുകൊണ്ട് ഇതെടുത്ത് മറ്റു രാജ്യങ്ങൾക്ക് ചുമ്മാ കൊടുത്ത് കിട്ടുന്ന കാശ് ദൂർത്തടിച്ച് ചെലവഴിക്കുക എന്നുള്ളതല്ലാതെ ഇവർ ഈ പണത്തെ കൃഷിയിലേക്കോ മറ്റു വ്യവസായങ്ങളിലേക്കോ ഒന്നും തിരിച്ചുവിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ 2014 ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വളരെയധികം താഴേക്ക് പോവുകയും അതോടുകൂടി വെനിസ്വേല എന്ന രാജ്യത്തിന്റെ വരുമാനം പൂർണ്ണമായും നിലച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ശരി. കാരണം എണ്ണ എടുക്കുന്നതിൻ്റെ എല്ലാം കൂടെ ചെലവ് കണക്കൂട്ടി കഴിയുമ്പം വിറ്റുവരവ് വളരെ കുറവാണ്. അതുകൊണ്ടൊന്നും രാജ്യത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മറ്റു വരുമാനങ്ങൾ കൃഷിയോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
ഇവന്മാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുതന്നെയല്ല, ഈ എണ്ണ കമ്പനികളുടെ മോശം മാനേജ്മെന്റും ഭരണാധികാരികളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളും അഴിമതിയും സ്ഥിതി വളരെയധികം ഗുരുതരമാക്കി എന്ന് വേണം പറയാൻ. എണ്ണ മേടിക്കാൻ വരുന്നവരോടൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ട് ദാനം കൊടുത്തു കൊടുത്തവന്മാർ. അതോടുകൂടി എല്ലാവരും മിഡിൽ ഈസ്റ്റിലേക്ക് എണ്ണ വാങ്ങാൻ തിരിയുകയാണുണ്ടായത്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇത്രയധികം സമ്പത്ത് വാരിക്കൂട്ടിയത്. കാരണം അവരുടെ നയങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. അവർ എല്ലാ രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും അവരുമായിട്ട് ഇടപാടുകൾ നടത്തുകയും തന്നെയുമല്ല, ഈ ഓരോ രാജ്യങ്ങളും അവരവരുടേതായ മറ്റ് വ്യവസായ കൃഷി മേഖലകളിലേക്കൊക്കെ തിരികെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എണ്ണ സമ്പത്ത് എപ്പോഴും നിലച്ചു പോകാം എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വെനിസ്വേലൻ വിഡ്ഢികൾക്ക് ഈ ചിന്താശേഷി ഉണ്ടായിരുന്നില്ല. അവന്മാരെ പുറത്ത് കാലാകാലം എണ്ണ ഇങ്ങനെ കിട്ടും, ഇതിൻ്റെ വിലയും എന്നും നല്ല ഉയർന്നു തന്നെ നിൽക്കും, ലോകത്ത് വണ്ടികളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് എണ്ണയുടെ വില ഇങ്ങനെ കൂട്ടി മേടിച്ച് നമുക്ക് വലിയ സമ്പന്നരാകാം എന്നൊക്കെയാണ് അവന്മാർ കരുതിയത്. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. എണ്ണവില ഇടിയുകയാണ് ഉണ്ടായത്. രാജ്യം ഇത്രയും പ്രതിസന്ധിയിലേക്ക് വീഴുമ്പോൾ പോലും വെനിസ്വേലൻ ഗവൺമെൻറ് എന്നിട്ടും കൃഷിയിലേക്കോ വ്യവസായത്തിലേക്കോ ഒന്നും തിരിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതം. കടുത്ത പണപ്പെരുപ്പം മൂലം വെനിസ്വേലൻ കറൻസിയുടെ മൂല്യം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഭക്ഷണത്തിനും മരുന്നിനും കടുത്ത ക്ഷാമമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളായിട്ട് ഇവിടെ നിന്ന് ഈ രാജ്യം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ പോയി അഭയാർത്ഥികളായിട്ട് ചേക്കേറുകയാണ് ചെയ്യുന്നത്. സമ്പന്നമായ വെനിസ്വേലൻ രാജ്യത്തെ ജനങ്ങൾക്കാണ് ഈ ഗതികേട് വന്നിട്ടുള്ളത് എന്നോർക്കണം. എന്നാൽ ഇവരിങ്ങനെ പോകുന്നതും ഈ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതൊന്നും സർക്കാരിനെ യാതൊരു വിധത്തിലും ബാധിച്ചില്ല എന്നുള്ളതാണ്. രാജ്യം സാമ്പത്തിക ഞെരുക്കത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർക്കാർ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം എന്നത് മയക്കുമരുന്ന് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. വെനിസ്വേലൻ സർക്കാരിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപങ്ങളിൽ ഒന്നാണിത്. ഇവന്മാർ മയക്കുമരുന്ന് വിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഔദ്യോഗികമായി ഒരു ഭരണകൂടവും മയക്കുമരുന്ന് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും വെനിസ്വേലയിലെ ഭരണകൂടവും മിലിറ്ററിയുമെല്ലാം മയക്കുമരുന്ന് മാഫിയകളുമായിട്ട് ചേർന്നുകൊണ്ട് വളരെ വലിയ തോതിൽ ഈ ബിസിനസ് നടത്തുന്നതായിട്ട് അന്താരാഷ്ട്ര തെളിവുകളാണുള്ളത്. ഇവരുടെ ഈ പരിപാടിയെ ആഗോള മാധ്യമങ്ങളും US രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വിശേഷിപ്പിക്കുന്നത് കാർട്ടൽ ഓഫ് ദി സൺസ് എന്നാണ്. ഇതിങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം ഈ വെനിസ്വേലൻ മിലിറ്ററി ജനറൽമാരുടെ എല്ലാം യൂണിഫോമിൽ ഒരു സൂര്യൻ്റെ ചിഹ്നം പതിപ്പിച്ചിട്ടുണ്ട്. ആ ചിഹ്നത്തിൽ നിന്നാണ് ഇവർക്ക് ഈ ഇരട്ടപ്പേര് ഇവരെല്ലാം കൂടി കൊടുത്തിട്ടുള്ളത്. എന്നാൽ വെനിസ്വേല നേരിട്ട് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. അവന്മാർ മയക്കുമരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ എന്നിട്ട് ഇവർക്ക് നാർക്കോ സ്റ്റേറ്റ് എന്ന ഒരു ആക്ഷേപം ഉണ്ടാവാൻ കാരണം അയൽ രാജ്യമായ കൊളംബിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ലോകമെമ്പാടും എത്തിക്കാനുള്ള പ്രധാന ട്രാൻസിറ്റ് ഹബ്ബായിട്ടാണ് വെനിസ്വേലയെ മാറ്റിയത് കൊണ്ടാണ്. ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്നും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രസിഡന്റ് കൂടാതെ ഭരണകൂടത്തിലെ മറ്റ് മന്ത്രിമാരും അതുകൂടാതെ മിലിറ്ററിയുടെ തലവന്മാരും എല്ലാം വൻതോതിൽ കൈക്കൂലിയാണ് കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കൃത്യമായി പുറം ലോകം അറിയുകയും UN തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് മാത്രമല്ല അവന്മാരുടെ കയ്യിലുണ്ടായിരുന്നത്. സ്വർണ്ണക്കടത്ത്, പണം വെളുപ്പിക്കൽ, പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഈ കൊളംബിയ എന്നൊക്കെ പറയുന്നത് യാതൊരു രക്ഷയില്ലാത്തൊരു രാജ്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മയക്കുമരുന്നുകാരാണ് ആ രാജ്യം ഭരിക്കുന്നത് തന്നെ. ഗവൺമെൻറ്റിനേക്കാൾ ശക്തമാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും. അവിടെയൊന്നും ആർക്കും മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല, തട്ടിക്കളയും. അവരാണ് ഈ വെനിസ്വേലയിലേക്ക് കയറി വെനിസ്വേലൻ ഗവൺമെൻറ്റുമായിട്ട് ഒത്തുകൊണ്ട് ലോകം മുഴുവൻ മയക്കുമരുന്നുകൾ എത്തിക്കുന്നത്. ഇത് നല്ല വരുമാനമായിട്ടാണ് വെനിസ്വേലൻ ഗവൺമെൻറ് കരുതിയിരുന്നത്. കാരണം എണ്ണയിൽ നിന്ന് ചുമ്മാ കിട്ടിയ പോലെ തന്നെ ഈ മയക്കുമരുന്ന് ചുമ്മാ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ ഇവന്മാരെല്ലാം പോക്കറ്റിൽ വീഴും. അതുകൊണ്ട് പിന്നെ എന്തിനീ പണിയെടുക്കേണ്ട ആവശ്യം? അതാണ് പ്രശ്നം. ജനങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോട്ട്, ജനങ്ങൾ ചാകിട്ട്, നമ്മുടെ കാര്യം സെറ്റായിരിക്കണം. അതാണ് ഇവന്മാർ ചിന്തിച്ചത്. പക്ഷെ എന്നാലും വെനിസ്വേല വഴി കടന്നു വരുന്ന മയക്കുമരുന്നുകളെല്ലാം നേരെ പോകുന്നത് തൊട്ടടുത്ത രാജ്യമായ അമേരിക്കയിലേക്കാണെന്ന് ഓർക്കണം. അമേരിക്കയിലെ തലമുറ മുഴുവൻ, അതായത് യുവാക്കളും യുവതികളും എല്ലാം മയക്കുമരുന്ന് അടിച്ച് നാലുകാലം നിൽക്കുന്നത് നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഒരുത്തൻ ഒരു മയക്കുമരുന്ന് അടിച്ച് കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ ഒരേ നിപ്പ് നിൽക്കും. ഇതിൻ്റെ പേരെന്താ, സോംബി നിങ്ങളുടെ ഓരോരുത്തർ പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുനിഞ്ഞാക്കി നിൽക്കും. എന്നാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറച്ച് നാൾ അടിച്ച് കഴിയുമ്പം ഇറങ്ങിയത്ത് പോയിക്കോളും. അങ്ങനെ മയക്കുമരുന്ന് അമേരിക്കൻ യുവതലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ട്രംപ് വെനിസ്വേലയ്ക്കെതിരായിട്ട് സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നതും വെനിസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡുറോയെയും അയാളുടെ കെട്ടിയോളെല്ലാം കൂടെ പാതിരാക്കി കിടന്നുറങ്ങുന്ന വഴിക്ക് ടെറസെല്ലാം പൊളിച്ച് പൂക്കിയെടുത്ത് വിമാനത്തിലങ്ങ് കൊണ്ടുപോയത്. അപ്പോൾ അമേരിക്കൻ ജയിലിൽ പുള്ളി കൊണ്ടിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല
മഡുറോയുടെ ഭരണകൂടത്തിലുണ്ടായിരുന്ന എല്ലാവന്മാർക്കും, അതായത് മന്ത്രിമാർക്കും അതുപോലെ തന്നെ സൈനിക ഉന്നത ജനറൽമാർക്കും എതിരായിട്ടെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ വലിയ മയക്കുമരുന്ന് കേസുകൾ കിടപ്പുണ്ട്. അമേരിക്കൻ കോടതികൾ ഇതിൽ പലരെയും ഇന്റർനാഷണൽ ക്രിമിനലുകളായിട്ട് പ്രഖ്യാപിക്കുകയും ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വൻ പാരിതോഷികമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്മാരുടെ തല ലോകത്ത് എവിടെ കണ്ടാലും പൊക്കിക്കൊണ്ട് പോകും എന്നുള്ളതാണ് സത്യം. ഭരണാധികാരികൾ ആഡംബരത്തിനും അധികാര നിലനിൽപ്പിനും വേണ്ടി ഇത്തരം വൃത്തികേടുകൾ കാണിക്കുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥകൾ തകരുകയും മാഫിയകൾ തഴച്ചു വളരാനും കാരണമാകും. ഇതിന്റെ ഗതികേടെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. നല്ല രീതിയിൽ കഴിയേണ്ട ഈ വെനിസ്വേലൻ ജനങ്ങൾ ഇന്ന് ഉടുക്കാൻ തുണി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ആൾക്കാരാണ്. ചേരികളിലാണ് നല്ലൊരു ശതമാനം ആളുകളും കഴിയുന്നത്. നല്ല വീടുകളില്ല, നല്ല ഭക്ഷണമില്ല, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സർക്കാരുള്ളവന്മാരെല്ലാം അടിച്ചു പൊളിച്ച് വലിയ വമ്പൻ കെട്ടിടങ്ങളിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. വന്ന വെള്ളം നിന്ന വെള്ളം കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഈ സമ്പത്ത് അല്ലെങ്കിൽ കിടപ്പാടം എന്നുള്ളത് അതും ഇപ്പോൾ ഭൂമി കുലുക്കത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ മുഴുവൻ നടു റോഡിൽ പായം പിടിച്ച് മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഒരു രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ നല്ല രീതിയിൽ ഭരണം നടത്തിയില്ലെങ്കിൽ, ജനങ്ങൾക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിനും ഉണ്ടാകുന്ന ഒരു ഗതികേടാണിത്. ഇത് ഏതൊരു രാജ്യത്തും സംഭവിച്ചേക്കാം. സർക്കാർ ജനങ്ങളെ ഭരിക്കുകയല്ല, ജനങ്ങൾ സർക്കാരിനെയാണ് ഭരിക്കേണ്ടത്. ജനങ്ങളാണ് ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഇത് തന്നെയാണ്. നമുക്ക് ഒരു അഴിമതി അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങളുള്ള ഒരുത്തരെ പൊക്കിയെടുത്ത് ദൂരേക്ക് കളയാൻ കഴിയും, ഇംപീച്ച്മെൻറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് സുപ്രീം കോടതിയുണ്ട്. പക്ഷേ ഇത്തരം ചില രാജ്യങ്ങളൊന്നും ഈ ഒരു യാതൊരു ഇടപാടുമില്ല. അവിടെ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ അവൻ്റെ സമയം ക്ലിയറാണ്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെയെല്ലാം കാര്യം കട്ടപ്പുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.